So hello friends, once again welcome back. Friends, അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നൊരു ക്ലാസ് ഡി മോണോ ബ്ലോക്ക് ആംപ്ലിഫയർ അൺബോക്സിംഗ് ആണ്. കാർ ആംപ്ലിഫയർ ആണ്. 1500 വാട്ട് RMS ആണ് ഇത് 1 ohms പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ പവർഫുൾ ആയിട്ടൊരു ആംപ്ലിഫയർ ആണ്. മോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഈ ഒരു ആംപ്ലിഫയർ പുറത്തിറക്കിയിരിക്കുന്നത്. So without wasting any more time, let's begin. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാനുണ്ട്. കാര്യം അതോടെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഇതിൻ്റെ ആവശ്യക്കാർക്ക് അത് വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. സോ ആദ്യമേ ഞാൻ പറയാം, ഇതൊരു ഹ്യൂജ് പവർ, അതായത് വളരെ വലിയൊരു ഔട്ട്പുട്ട് തരുന്ന ഒരു ആംപ്ലിഫയർ ആണ്. 1500 വാട്ട് പീക്കല്ല, 1500 വാട്ട് RMS ആണ് 1 ohms. അതാണ് ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. ക്ലാസ് ഡി ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം JBL അല്ലെങ്കിൽ എന്താ പറയുന്നത് പയനിയറിൻ്റെ ബേസ് മോഡൽ, അതുപോലെ തന്നെ സോണി എക്സ്പ്ലോഡ്, പിന്നെ ഇൻഫിനിറ്റി പ്രൈമസ്, അതുപോലുള്ള സബ്ബൂഫേഴ്സ് യൂസ് ചെയ്യുന്നവർക്കൊന്നും ഈ ഒരു ആംപ്ലിഫയർ മേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ JBL തന്നെ 2 ആണെങ്കിൽ പോലും നമുക്കിത് മേടിക്കേണ്ട കാര്യമില്ല. JBLൻ്റെ ഒരു 6 സബ്ബോളം വളരെ ഈസി ആയിട്ട് ഇതിൽ റണ്ണാവും, അത്ര പവർഫുള്ളാണ്. സോ അതുപോലെ തന്നെ സോണി എക്സ്പ്ലോഡ് ആണെങ്കിലും അതുപോലെയുള്ള ഏത് ഇപ്പോൾ ഇൻഫിനിറ്റി പ്രൈമസ്, അതുപോലെ തന്നെ റോക്ക്ഫോർഡ് ഫോസ്ഗേറ്റിൻ്റെ R1S 412 അങ്ങനെയുള്ള 300 വാട്ട് 200 വാട്ട് സബ്ബ് യൂസ് ചെയ്യുന്ന ആർക്കും തന്നെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ആവശ്യകത വരത്തില്ല. പക്ഷേ എവിടെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ ആവശ്യകത വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പയനിയർ TSW 12S4, അത് 4 ohms 500 വാട്ട്സ് ആണ്. അതുപോലെ 1212 D4. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ XPL ലെവൽ സബ് ബസ് ഒരുപാടുണ്ട്. പിന്നെ കിക്കറിൻ്റെ L7, അതുപോലെ തന്നെ നമ്മുടെ DDയുടെ 712 612 പോലെയുള്ള 600 700 സീരീസുകൾ. അപ്പോൾ അതുപോലെയുള്ള സബ് ബസ് DD തന്നെ 600 സീരീസ് 2 സബിനകത്ത് ഈസി ആയിട്ട് റണ്ണാവും. അപ്പോൾ അതുപോലെയുള്ള സബ് ബസ് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന GM 7004 അല്ലെങ്കിൽ XM 1004 പോലെയുള്ള നോർമൽ 4 ചാനൽ ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിലത് ഓടില്ല, റണ്ണാവില്ല. സോ ആ സമയത്ത് നമുക്ക് ഇപ്പോൾ പയനിയറിൻ്റെ എന്താ പറയുന്നത് ഒരു ക്ലാസ് ഡി ഉണ്ട്, അതായത് 9701 എന്ന് പറയുന്നത്, അതാണ് അവസാനം വന്നത്. അപ്പോൾ അതൊരു ബാച്ച് ഫുള്ള് കംപ്ലൈൻ്റ് ആയിരുന്നു. നമുക്കും കിട്ടിയിട്ടുണ്ട് കംപ്ലൈൻറ്റ്സ് ഒരുപാട്. അതിൻ്റെ പ്രൊട്ടക്ഷൻ മോഡിലോട്ട് പോകുന്ന കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇത്. ബസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഒരുപാട്. 24 ആക്കിയിട്ട് 12 വോൾട്ടാണ്. സോ അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഉപയോഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ആംപ്ലിഫയർ എടുക്കാവൂ. അതായത് ഹൈ പവർ ആപ്ലിക്കേഷനുള്ള, നമുക്ക് നോർമൽ കാറിൻ്റെ 30 ആംപിയർ ബാറ്ററിയിൽ നിന്ന് വെച്ചിട്ട് കാര്യമില്ല. മിനിമം ഒരു 80 ആംപിയറെങ്കിലുള്ള ഒരു സപ്ലൈ വർക്ക് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ അതനുസരിച്ചുള്ള സബ്ബും കൊടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എഫക്റ്റ് കിട്ടത്തുള്ളൂ. സോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ആവശ്യമുള്ളവർ മാത്രമേ ഈ ഒരു സബ്ബ് ഈ ഒരു സബ്ബല്ല, ഈ ഒരു ആംപ്ലിഫയർ വാങ്ങാവൂ. സോ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് മോക്കോയുടെ AF01 1500D എന്ന് പറയുന്ന മോഡലിൻ്റെ പാക്കേജിംഗ് ആണിത്. നല്ലൊരു ബ്ലാക്ക് കവറിലാണ് ഈ ഒരു ആംപ്ലിഫയർ വന്നിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് എഡിഷൻ, അല്ലെങ്കിൽ അവരുടെ റേസർ സീരീസിൻ്റെ ബ്ലാക്ക് എഡിഷൻ വിഭാഗത്തിൽപ്പെട്ടൊരു ആംപ്ലിഫയർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പാക്കേജിങ് ഫുൾ ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ, RMS വാട്ടേജ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഇൻപുട്ട് സെൻസിറ്റിവിറ്റി, ഫ്രീക്വൻസി റെസ്പോൺസ്, അങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റി ഇതിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആംപ്ലിഫയറിന് 2 വർഷമാണ് വാറണ്ടി വരുന്നത്. പിന്നെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പ്രൈസിങ്ങിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ 18,990 MRP അടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയൊരു ആംപ്ലിഫയർ ആണ്. നമ്മുടെ നോർമൽ ക്ലാസ് ഡി ആംപ്ലിഫയേഴ്സിനൊക്കെ കുറച്ചുകൂടെ വലിപ്പമുള്ള, കുറച്ചുകൂടെ ഹെവിനെസ് ഫീൽ ചെയ്യുന്ന, നല്ല വാട്ട്സ് ഔട്ട്പുട്ട് തരുന്ന കുറച്ച് വലിപ്പമുള്ളൊരു ആംപ്ലിഫയർ ആണ്. അത് വലിപ്പമുള്ള ഒരു പാക്കേജത്തിനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ എടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ പയനിയറിൻ്റെ കുറച്ചധികം മോഡൽസ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതായത് 9701 8701 പ്രൊട്ടക്ഷൻ പോയിട്ട് പിന്നെ അത് ആ ഒരു രീതിയിൽ അങ്ങ് കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്ന ഇഷ്യൂസ് ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് ആ ആംപ്ലിഫയർ എടുക്കുന്നവർക്ക് അറിയാം അതിൻ്റെ പ്രശ്നം എന്തുവാണെന്ന്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഈ ഒരു ആംപ്ലിഫയർ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എടുത്തൊരു ആംപ്ലിഫയർ ആണ്. വളരെ ബെസ്റ്റായിട്ടുള്ളൊരു സെലക്ഷൻ ആയിരുന്നു. പയനിയറിനെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ക്വാളിറ്റിയാണ്. നമുക്ക് പലർക്കും ഈ ബ്രാൻഡിൻ്റെ പുറകെ പോകുന്നുണ്ട്, നമുക്ക് മറ്റ് ബ്രാൻഡുകൾ നമ്മൾ ചെക്ക് ചെയ്യാത്തതാണ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ ഇത് വളരെ നല്ലൊരു ആംപ്ലിഫയർ ആണ്. പ്രൈസ് റേഞ്ച് അത്യാവശ്യം പയനിയറിനെക്കാട്ടിലും വളരെ കുറവാണ്. അതിനെക്കാട്ടിലും എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണെന്ന് പറയേണ്ടി വരും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. സോ അതായത് നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം, എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വരുന്നതിൻ്റെ വാറണ്ടി കാർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 വർഷമാണ് വാറണ്ടി വരുന്നത്. നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ വാറണ്ടിയുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് എടുത്ത ഒരു പീസിലൊരു കംപ്ലയിൻറ്റ് വന്നിരുന്നു. അത് നമ്മൾ ചോദിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർ അപ്പോൾ തന്നെ സ്പോട്ടിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തന്നതാണ്. സോ വാറണ്ടിയുടെ കേസിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പറയുന്ന ബ്രാൻഡ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തുള്ള യാതൊരു ഇഷ്യൂസും നമുക്കിതിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവിടെ എന്തായാലും നമുക്ക് ആംപ്ലിഫയറോട് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിമോട്ട് വോളിയം കൺട്രോളാണ്. മിക്കവാറുള്ള എല്ലാ ക്ലാസ് ഡി മോണോബ്ലോക്ക് ആംപ്ലിഫയേഴ്സിനകത്തും ഒരു റിമോട്ട് വോളിയം കൺട്രോൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം ഫുള്ളി വോളിയം കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വോളിയം കൺട്രോൾ വന്നിരിക്കുന്നത്. ചിലതിനകത്ത് ഗെയിനായിട്ട്, അതായത് ഗെയിൻ കുറച്ച് ഫുള്ള് കുറയാതെ ഒരു ചെറിയൊരു ഗെയിൻ കുറയുന്ന രീതിയിലാണ് പലതിലും വന്നിരിക്കുന്നത്.
ഇതിപ്പം കോമൺ ആയിട്ട് എല്ലാ ആംപ്ലിഫയേഴ്സിലും വരുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ആംപ്ലിഫയേഴ്സ് നമ്മൾ വണ്ടിയുടെ ബാക്കിൽ കൊണ്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫ്രണ്ടിൽ സീറ്റിനടി വെക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ ഫുള്ള് മാസ്റ്റർ വോളിയം കുറയ്ക്കാതെ സബിൻ്റെ വോളിയം മാത്രം നമുക്ക് വേണ്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കോമൺലി ഇത് 4 ചാനൽ 2 ചാനൽ ആംപ്ലിഫയേഴ്സിലാണ് കണ്ടിട്ടില്ല. ഇത് മോണോബ്ലോക്ക് ആംപ്ലിഫയേഴ്സിലാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വോളിയം കൺട്രോളാണ്. നല്ലൊരു രീതിയിലുള്ളൊരു റിമോട്ട് വോളിയം കൺട്രോളാണ്. 3.5 mm ജാക്ക് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് നേരെ ആംപ്ലിഫയറിലേക്ക് പോകാം. ആംപ്ലിഫയറിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ചെറിയൊരു തെർമോക്കോൾ പാക്കേജ് അല്ലെങ്കിൽ ഒരു ഫോം പാക്കേജിലായിട്ടാണ് ഇതവർ തന്നിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആംപ്ലിഫയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോർമൽ ഒരു ക്ലാസ് ബി ആംപ്ലിഫയറിനെ കാട്ടിലും വലിപ്പമുണ്ട്, മാത്രമല്ല നല്ല വെയിറ്റും ഉണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ആംപ്ലിഫയറാണ്. പെയിൻറ്റിങ് ആയാലും അതിൻ്റെ ആ ഒരു ലെറ്ററിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ആംപ്ലിഫയറാണ്. നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് അത് വാല്യൂ ഫോർ മണിയാണെന്ന് നമുക്ക് 100 വട്ടം ഞാൻ പറയും. കാര്യം എന്ന് വെച്ചാൽ അത്തരം ഒരു പെർഫോമൻസാണ് നമുക്ക് ഒരു ആംപ്ലിഫയറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഒരു മെറ്റാലിക് ഫിനിഷാണ് മുകളിൽ വന്നിരിക്കുന്നത്. നല്ല പെയിൻറ്റിംഗ് ആണ്, നല്ല ഫിനിഷിംഗ് ആണ് ഈ ഒരു ആംപ്ലിഫയറിന് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ വളരെ ഉപകാരപ്പെടുത്തുന്ന യൂസർ മാനുവലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് സീരീസിലാണ് ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ആംബ് വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ മോഡൽ നമ്പർ അതുപോലെ തന്നെ വാട്ട്സിലേക്ക് പോകുകയാണെങ്കിൽ 4 ohmsൽ 600 വാട്ട്, 2 ohmsൽ 1000 വാട്ട്, അതുപോലെ തന്നെ 1 ohmsൽ 1500 വാട്ട്. ഇത് RMS ആണ്, പീക്കല്ല. ഫ്രീക്വൻസി റെസ്പോൺസ് 17 ഹെഡ്സ് മുതൽ 180 ഹെഡ്സ് വരെയാണ് വന്നിരിക്കുന്നത്. ആ ഫ്രീക്വൻസിക്കകത്ത് തന്നെ നമുക്ക് പല പല അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസർ മാനുവലാണ്. ഇത് വാങ്ങുന്നത് മസ്റ്റായിട്ടും ഇത് എടുത്ത് വെച്ച് ഇത് വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാര്യം ഈ ഒരു ആംപ്ലിഫയറിനകത്ത് കൺട്രോൾസ് ഒരുപാടുണ്ട്. അത് മാത്രമല്ല ഹെവി പവർ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ്. കണക്ഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സ്പീക്കേഴ്സ് പാരലൽ സീരീസ് കണക്ഷൻ, സബ്ബൂഫേഴ്സിൻ്റെ സീരീസ് പാരലൽ കണക്ഷൻ, അതുപോലെ മറ്റ് കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയറിങ്ങിനുള്ള സെറ്റപ്പുകൾ, എത്ര ഗേജുള്ള വയർ യൂസ് ചെയ്യണം, മറ്റ് കാര്യങ്ങൾ, അതുപോലെ 5 കൺട്രോൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. ആ കൺട്രോൾസ് ഏത് രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നല്ല രീതിയിൽ ഇത് വായിച്ച് നോക്കുന്ന ഒരാൾക്ക് ഈ ഒരു ആംബ് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വണ്ടിയിലേക്കൊക്കെ വയറിങ് വലിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു പ്രൊഫഷണലായിട്ട് ഈ ആംബ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ അറിയുന്നവരെ കൊണ്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഭാവിയിൽ ഷോർട്ട് സർക്യൂട്ട് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ റിസ്ക് എടുക്കേണ്ട. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. നമുക്ക് ഏതായാലും ആംപ്ലിഫയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആംപ്ലിഫയറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അതായത് പവർ പ്രൊട്ടക്റ്റും, അങ്ങനെ ഒരു റെഡും ഗ്രീനും ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ റിമോട്ട് വോളിയം കൺട്രോൾ കൊടുക്കാനുള്ള ഒരു സോക്കറ്റും ഒരു സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ നീറ്റായിട്ടാണ് ഇതൊരു അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് അധികം എന്താ പറയുക, ലോ ക്വാളിറ്റി ആംബാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല ക്വാളിറ്റിയുടെ ആംപ്ലിഫയറാണ്. എന്നാലും അത്ര മോശമായിട്ടുള്ള രീതിയിലൊന്നും ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി കമ്പോണൻസ് ഇട്ട് തന്നെയാണ് അവർ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് എതിർവശത്തായിട്ടാണ് ഇതിൻ്റെ മറ്റുള്ള കണക്ടേഴ്സ് വരുന്നത്. അതായത് പവർ സപ്ലൈ, ഔട്ട്പുട്ട് കണക്ടേഴ്സ് വന്നിരിക്കുന്നത് തൊട്ട് എതിർവശത്താണ്. ഇതിൻ്റെ ഹീറ്റ് സിങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഹെവിനെസ് ഉള്ള ഒരു ഹീറ്റ് സിങ്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ക്ലാസ് ടി ആംപ്ലിഫയേഴ്സ് നോർമലി ഹീറ്റിംഗ് വളരെ കുറവാണ്. ഇത് 1500 വാട്ട് RMS ആണ് നമുക്ക് തരുന്നത്. എന്നിട്ട് പോലും അധികം ഹീറ്റ് ആവില്ല. കാര്യം 80% മുകളിൽ, അതായത് ഏകദേശം ഒരു 90ക്ക് അടുത്തൊക്കെ എഫിഷ്യൻസി ഉണ്ട്. ബാക്കി 10% ഹീറ്റായിട്ട് പോകത്തുള്ളൂ. സോ ഹീറ്റിംഗ് വളരെ കുറവാണ്. ചൂടാകുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. കാര്യം മോസ്ഫെറ്റാണ് സ്വിച്ച് ചെയ്യുന്നത്. അത് എന്നൊക്കെ എത്ര എഫിഷ്യൻസിയിൽ സ്വിച്ച് ചെയ്താലും നമുക്ക് അതിൽ നിന്നൊരു ഹീറ്റ് പ്രൊഡക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും. സോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇത്രയും നല്ലൊരു ഹീറ്റ് സിങ്ക് വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഹീറ്റിംഗ് വളരെ വളരെ മിനിമലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. പയനിയറിൻ്റെ GMT 9701 അപേക്ഷിച്ച് ഇതിൻ്റെ ഹീറ്റിംഗ് വളരെ മിനിമലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ടേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് പയനിയറിൻ്റെ കടലിൽ കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് തോന്നും. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗോൾഡ് കളേർഡ് പ്ലേറ്റിംഗ് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള കണക്ടേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്പീക്കേഴ്സിനായാലും അതുപോലെ തന്നെ സപ്ലൈ കൊടുക്കുന്ന ആ ഒരു കണക്ടേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി കണക്ടേഴ്സാണ്. സപ്ലൈക്ക് വേണ്ടി നല്ല ഗേജ് കൂടിയ വയർ തന്നെ കൊടുക്കണം. ഇതൊരു അൺഫ്യൂസ്ഡ് ആംപ്ലിഫയർ ആണ്, അതായത് ഫ്യൂസ് യൂസ് ചെയ്തിട്ടില്ല. ഹൈ പവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാറിൻ്റെ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്നുള്ള വയർ എടുക്കുമ്പോൾ അവിടെ ഒരു 100 ആംപിയർ ഫ്യൂസ് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. 100 അല്ലെങ്കിൽ 120 ആംപിയറിൻ്റെ ഫ്യൂസ് കൊടുത്തിരിക്കണം. ഇതാണ് നമ്മുടെ 12 വോൾട്ട് ഡയറക്റ്റ് ബാറ്ററി എന്നുള്ള കണക്ഷൻ. മറ്റേത് റിമോട്ട് 12 വോൾട്ടാണ്, അതായത് സ്വിച്ച് ഓൺ ഓഫ് ചാവിന്ന് കൊടുക്കുന്നത്. മറ്റേത് നമ്മുടെ എർത്ത് കണക്ഷനാണ്. സോ എന്തായാലും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു കണക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ടിലേക്ക് സ്പീക്കറായി സബ്വൂഫർ ഔട്ട്പുട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 2 മൈനസും 2 പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. നെഗറ്റീവ് 2 സെയിം ആണ്, പോസിറ്റീവ് 2 സെയിം ആണ്. കാര്യം ഇത് മോണോബ്ലോക്ക് ആകുമ്പോൾ ഒറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. സോ ഇത് നമുക്ക് ഹൈ പവേർഡ് ആയിട്ടുള്ള സബ്വൂഫേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിന് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. നോർമൽ ഒരു സബ് നിങ്ങൾ റൺ ചെയ്യിക്കാൻ ഈ ഒരു ആംപ്ലിഫയർ
ഇത്രയും ക്യാഷ് മുടക്കി എടുക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. ഇതിൻ്റെ ഇതേ പ്രൈസ് റേഞ്ചിന് കിട്ടുന്ന മറ്റൊരു ആംപ്ലിഫയറാണ് മറ്റേ സോണിയുടെ GS100 എന്ന് പറയുന്ന ആംപ്ലിഫയർ. പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും. പവർ ടു പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഫോർ മണി വെച്ച് നോക്കുമ്പോഴത്തേക്ക് കംപ്ലയിൻസ് വളരെ മിനിമലാണ്. നമുക്ക് അങ്ങനെ കംപ്ലയിൻസ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഈ ഒരു ആമ്പ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ധൈര്യമായിട്ട് മേടിക്കാം. 2 വർഷം വാറണ്ടി ഉണ്ട്. സോ അതൊക്കെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് തൊട്ട് എതിർവശത്തേക്ക് പോകുന്നത് അവിടെയായിട്ടാണ് നമുക്ക് നമ്മുടെ കൺട്രോൾസും അതുപോലെ തന്നെ എൻ്റെ കണക്ഷൻസും ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇത് ഒന്നെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഒരു ഇൻപുട്ട് വന്നിട്ടുണ്ട്, സബ് വൂഫറിൻ്റെ ഇൻപുട്ട് കണക്ഷൻ കൊടുക്കാനായിട്ട്. അതുപോലെ ഒരു ബ്രിഡ്ജ് ഇൻ ബ്രിഡ്ജ് ഔട്ടും വന്നിട്ടുണ്ട്. ആ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു ആംപ്ലിഫയറിനെ ഇതേ ആംപ്ലിഫയറിനെ തന്നെ നമുക്ക് ബ്രിഡ്ജ് കണ്ടീഷനിലേക്ക് കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയാണ് അങ്ങനത്തെ ഒരു ബ്രിഡ്ജ് ഇൻ ബ്രിഡ്ജ് ഔട്ട് എന്ന് പറയുന്ന ഒരു 2 RCA സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗെയിൻ, ലോ പാസ് ഫിൽറ്റർ, സബ്സോണിക് ഫിൽറ്റർ, ഫ്രീക്വൻസി, ബാസ് ബൂസ്റ്റ് ഇത്രയും വന്നിട്ടുണ്ട്. ബാസ് ബൂസ്റ്റ് എന്ന് പറയുമ്പോഴേക്ക് 0 to 12 dB ആണ് ബാസ് ബൂസ്റ്റ്. അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഫ്രീക്വൻസി 30 to 80 ഹെഡ്സ് ആണ്. ആ 30 to 80 ഹെഡ്സിലെ ഏത് ഹെഡ്സിനെയാണ് നമ്മൾ ഏത് ഫ്രീക്വൻസിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്, ആ ഫ്രീക്വൻസിക്ക് ഒരു ബാസ് ബൂസ്റ്റ് ആയിട്ടാണ് തൊട്ടപ്പുറത്ത് ഒരു 0 to 12 dB കിടക്കുന്നത്. അതിൽ സബ്സോണിക് ഫിൽറ്റർ ഉണ്ട്. സബ്സോണിക് ഫിൽറ്റർ നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കാം. സബ്സോണിക് ഫ്രീക്വൻസികളെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു സബ്സോണിക് ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അനാവശ്യ ഫ്രീക്വൻസികളെ കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ആംപ്ലിഫയറിനെ വർക്ക് ചെയ്യിക്കാൻ ആ ഒരു സബ്സോണിക് ഫിൽറ്റർ വെച്ച് സാധിക്കും. അതുപോലെ ലോ പാസ് ഫിൽറ്റർ വന്നിട്ടുണ്ട്. അത് 40 ഹെഡ്സ് to 180 ഹെഡ്സ് ആണ്. അതുപോലെ ഒരു ഗെയിൻ കൺട്രോളും വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 5 കൺട്രോളാണ് ഈ ഒരു ആംപ്ലിഫയർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മോണോബ്ലോക്ക് ആംപ്ലിഫയർ ആയിട്ട് പോലും ഇതിൻ്റെ ട്യൂണിങ് വളരെ പ്രാധാന്യമാണ്. കറക്റ്റായിട്ട് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. ഏത് സബ് വൂഫറിനെയും നമുക്ക് ഇതിനകത്ത് മാച്ച് ചെയ്യാൻ സാധിക്കും. കാര്യം ഫ്രീക്വൻസി അടക്കം പല ട്യൂണിങ്ങും നമുക്ക് കറക്റ്റ് ചെയ്ത് തന്നെ മാച്ച് ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. കുറച്ച് നേരത്തെ പണിയാണെങ്കിൽ നമുക്ക് ഏത് സബ് വൂഫറിനെ അതിനകത്ത് മാച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പനീറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒക്കെ കൺട്രോൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ നമുക്കൊരു അഡ്വാൻറ്റേജ് തരുന്നുണ്ട്. വളരെ പ്രീമിയമായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ആമ്പാണിത്. നമുക്ക് മോശമൊന്നും പറയാനില്ല. ഓണാക്കുമ്പോൾ മോക്കോ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിം ലൈറ്റപ്പ് ആവും. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ആംപ്ലിഫയർ ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ പയനീർ വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 15,000 രൂപ മുടക്കാനുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ആംപ്ലിഫയർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനും പർച്ചേസിംഗ് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.